കേസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്കെതിരെ നേരിടേണ്ടി വരത്തില്ലെന്നാണ് പോലീസുകാരൻ്റെ വാദിപ്രതിയാകുക എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്നലെയാണ് ഞാനത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കുന്നതെന്ന് ഞാൻ ഇന്നലെയാണ് നേരിട്ട് കണ്ടത്. നീതി നടപ്പാക്കേണ്ടവർ ഞങ്ങളുടെ നേരെ കൈമലർത്തിയാൽ പിന്നെ ഞങ്ങൾ നീതിക്കായിട്ട് എവിടെയാണ് പോകേണ്ടത്? ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ്. 2 ദിവസമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മൾ ജോബ് ബോക്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ, അത് കേരളം കണ്ട ഏറ്റവും വലിയ സ്കാം. അതിനകത്തൊരു സ്ത്രീ ഉണ്ട്, ജാൻസി എന്ന് പറയുന്ന സ്ത്രീ. ആ സ്ത്രീ കുറച്ച് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. മാർച്ച് മാസം, കറക്റ്റായിട്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു 600 പേരെ താമസിക്കാനുള്ള ഷെൽട്ടർ വേണമെന്ന് ഷാർജയിൽ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഓരോരുത്തരെയും ഇവിടുന്ന് കൊണ്ടുപോയി ഏകദേശം 10 കോടി രൂപയിൽ കൂടുതൽ ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പറ്റിക്കാൻ, സാധാരണക്കാരെ നിന്ന് അടിച്ചു മാറ്റാനുള്ള പ്ലാൻ ആയിരുന്നു ജാൻസി എന്ന സ്ത്രീക്കും ഹാരിസിനും മനസ്സിലുള്ളത്. ആ പ്ലാൻ പൊളിച്ചതിനാണ് ഇപ്പോൾ നമ്മുടെ ആറന്മുള പോലീസ് ഈ കുട്ടികളെ രണ്ടുപേരെയും കൂടെ നമ്മുടെ സ്റ്റേഷനിലിട്ട് മറ്റുള്ള പോലീസുകാരുടെയും മറ്റുള്ള പരാതിക്കാരുടെയും മുന്നിട്ട് അപമാനിച്ചത്. നിങ്ങൾ ശരിക്കും നിയമപാലകരാണോ എന്ന് തന്നെ എനിക്ക് ഓർക്കുമ്പോൾ പുച്ഛം തോന്നുന്നതാണ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ആ പ്രതികൾക്കെതിരെ ഇന്നലെ FIR ഇട്ട കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാത്തോണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആ പ്രതികൾ കേരളം മുഴുവൻ ഇപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ എനിക്ക് ഒരു പയ്യൻ മെസ്സേജ് 80,000 രൂപ അയച്ചു കൊടുത്ത ഡീറ്റെയിൽസ് അയച്ചു തന്നു. ഇന്ന് നമ്മുടെ ന്യൂസ് മലയാളം ചാനലിൽ ഇന്ന് ഒരു പെൺകുട്ടി പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 1,20,000 രൂപ പോയ പെൺകുട്ടി. അതെല്ലാം ഈ ജാൻസിയും ഹാരിസും കൂടെയാണ് സാർമാരെ അടിച്ചുകൊണ്ട് പോയത്. ഹലോ സഹോദരി, പറയൂ, ഇതുവരെ എത്ര പേരെ 40 പെൺകുട്ടികളെ, 18 വയസ്സും 21 വയസ്സുള്ള പെൺകുട്ടികളെ ഇവിടുന്ന് ഇല്ലാത്ത ജോലിയുടെ പേരിൽ കള്ളം പറഞ്ഞ് ഇവിടെ കൊണ്ടുപോയി കുടുക്കിയിട്ടിരിക്കുകയാണ്. ഷട്ടർ റൂമിൽ കിടക്കുകയാണ്. KMCCയുടെ ചേട്ടന്മാരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ വന്ന് സഹായിക്കുമെന്നൊരു വിശ്വാസത്തോടെ ഇരിക്കുകയാണ്. ഇപ്പോഴും അവർ സേഫ് ആയിട്ടില്ല. ഇപ്പോഴും ഗ്രൂപ്പ് തുടങ്ങി മെസ്സേജ് അയച്ചിട്ടുണ്ട് അവരെ രക്ഷിക്കണമെന്ന്. അപ്പോഴാണ് കേരളത്തിലെ നിയമം കാക്കുന്ന നമ്മുടെ ആറന്മുള പോലീസ് ഈ പരിപാടി കാണിക്കുന്നത്. പരാതിക്കാർക്ക് ഒപ്പമാണ് നിങ്ങൾ നിൽക്കേണ്ടത്, അല്ല അവനെ പ്രതികൾക്കൊപ്പം അല്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങൾ കാണിച്ച് വളരെ വൃത്തികേടും തെമ്മാടിത്തരമാണ്. അത് ഈ 2 പെൺകുട്ടികൾ ഇന്നലെ സ്റ്റേഷനിൽ വന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. ആ സമയത്ത് അവർ എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഇന്നലെ എവിടെ പോയി നിങ്ങൾ രണ്ടിനെ കരയിപ്പിച്ചില്ലേ? അവര് കരഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. രണ്ടുപേരും നല്ല രീതിയിൽ കരങ്ങി, നല്ല രീതിയിൽ മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇവിടുന്ന് നീതി കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ആ ആറന്മുള പോലീസ് സ്റ്റേഷന്റെ പടി കടന്നു പോയത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ജോബ് ബോക്സ് പോർട്ടൽ എന്ന കമ്പനിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇടുകയും അതിനെ തുടർന്ന് ഒരു ലൈവിൽ വരികയും ചങ്ങാതിക്കുട്ട എന്ന് പറയുന്ന ഇതിൽ കൂടെ കുറച്ചുകൂടെ പോപ്പുലറായിട്ട് നമ്മൾ ഈ വിഷയത്തിനെ പറ്റി മുന്നോട്ട് വരികയും ചെയ്തതാണ്. 12-ാം തീയതി ഞാൻ ആറന്മുള പോലീസ് സ്റ്റേഷനിലും പത്തനംതിട്ട SP-ക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തുടർ നടപടികളൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ദിവസം പോവുകയും അന്ന് SI അവിടെ ഇല്ലാത്തത് മൂലം നമ്മുടെ നിയമ നടപടികളൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്നായിരുന്നു എനിക്ക് അന്ന് സാധിച്ചത്. അതിന് പിറ്റേ ദിവസം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വരികയും ഞാൻ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ് ചെയ്തത്. ജനങ്ങളുടെ സ്വത്തിനും പണത്തിനും അതുപോലെ നമ്മുടെ എല്ലാത്തിനും ഉറപ്പ് തരേണ്ട നിയമ സംവിധാനങ്ങൾ എനിക്ക് മുമ്പിൽ തിരിഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ തോന്നിയത്. വാദി പ്രതിയാകുന്നത് എന്താണെന്ന് എക്സാക്ട്ലി ഞാൻ അവിടെ ചെന്നപ്പോൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ കൊടുത്ത പരാതിയിൽ മേൽ അവർ പ്രതിഭാഗത്തിന്റെ വാക്ക് കേട്ട് പ്രതിഭാഗം എന്താണോ തെളിവ് സമർപ്പിച്ച് അതാണ് ശരി എന്ന് വാദിക്കുകയും ഞങ്ങൾ പറയുന്നത് മൊത്തം കെട്ടിച്ചമച്ചതോ അല്ലെ മേക്ക് ചെയ്തതാണോ എന്നാണ് അവർ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. കേസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്കെതിരെ നേരിടേണ്ടി വരത്തില്ലെന്നാണ് പോലീസുകാരൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഒരു നിയമ സംവിധാനം നമ്മൾ വിശ്വസിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലായിരിക്കും, അതൊരു ലോക്കൽ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പോൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ SIയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടിയാണ് ഇങ്ങനെ. അതുകൂടാതെ അവർ പ്രതിഭാഗം ചേർന്ന് നിന്ന് വാദിപ്രതിയാകുക എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്നലെയാണ് ഞാനത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കുന്നതെന്ന് ഞാൻ ഇന്നലെയാണ് നേരിട്ട് കണ്ടത്. പിന്നെ അതുകൂടാതെ ഒരു വനിതാ പോലീസിന്റെ പോലും സാന്നിധ്യം ഇല്ലാതെയാണ് ഞങ്ങളെ അവിടെ വിളിക്കുകയും ഞങ്ങളുടെ അടുത്ത് ഇത്ര ഹാർഷായിട്ട് അവർ ബിഹേവ് ചെയ്യുകയും ചെയ്തത്. ഈ ജാൻസി എന്ന് പറയുന്ന ഒരു പ്രതിഭാഗം കോളിൽ അവൈലബിൾ ആയിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് വളരെ സൗമ്യമായിട്ടും വളരെ സൗമ്യമായിട്ടും സ്നേഹത്തോടും ഞങ്ങളുടെ അടുത്ത് നേരെ ഓപ്പോസിറ്റ്, നേരെ ശബ്ദമുയർത്തി റൂഡായിട്ട് തന്നെയാണ് സംസാരിച്ചത്.
വിശ്വാസവഞ്ചന, അപകീർത്തിപ്പെടുത്തുക, മാനനഷ്ടം, പിന്നെ പണനഷ്ടം. വ്യാജരേഖ സമർപ്പിക്കുക, ഇത്രയും കുറ്റത്തിനെതിരെ തെളിവുകളായിട്ടാണ് ഞങ്ങൾ പോലീസിനെ സമീപിച്ചത്. എന്നാൽ ഇത്രയും തെളിവുകൾ ഞങ്ങളുടെ പക്ഷം ഉണ്ടായിട്ടും FIR എടുക്കാനോ, FIR എന്താണെന്നാണ് പ്രതിയുമായിട്ട് ചേർന്ന് പോലീസ് ഞങ്ങളുടെ അടുത്ത് ചോദ്യം ചെയ്യുകയും ഞങ്ങളെ അവിടെ പരിഹസിച്ചതും. FIR എന്താണെന്ന് നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് വരുമെന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു സാധാരണക്കാരിയായ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചോദ്യങ്ങൾ. ജോബ് ബോക്സ് ഏകദേശം ഒരു 10 കോടി രൂപയോളം തട്ടിക്കാനാണ് കേരളത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാനാണ് പ്ലാൻ ഇട്ടത്. ഇത്ര തെളിവുകൾ നിൽക്കുമ്പോൾ ഇവർക്കെതിരെ എന്താണ് പോലീസ് കേസെടുക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും നിയമ നടപടി അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ടോ? കേരള പോലീസിനെതിരെ, ഈ എന്താ പറയുക, ആറന്മുള പോലീസിനെതിരെ? ആറന്മുള പോലീസ് ഞങ്ങൾക്ക് നീതി നിഷേധിച്ചു. പിന്നെ ഞങ്ങളുടെ ഇത്രയും വലിയൊരു കേസിനെ അവർ നെഗ്ലിജൻസ് ചെയ്യുകയാണ് ചെയ്തത്. എല്ലാ പോലീസുകാരെയും ഞാൻ കുറ്റം പറയുന്നില്ല, നല്ലവരുണ്ടായിരിക്കും, മോശപ്പെട്ടവരുണ്ടായിരിക്കും എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സാധാരണക്കാരി എന്ന നിലയിൽ ഞങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനെ സമീപിക്കുമ്പോൾ ആദ്യം തന്നെ തരുന്നത് ഞങ്ങൾക്കൊരു അറ്റ്മോസ്ഫിയറും ഒരു ഉറപ്പുമാണ്. ഞങ്ങൾ ഈ ഭരണകൂടത്തെ അല്ലെ നിയമ സംവിധാനത്തെ ഞങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നത്. അതിനുശേഷമാണ് ഞങ്ങളുടെ ഭാഗം കൂടെ കേൾക്കണം. നീതി നടപ്പാക്കേണ്ടവർ ഞങ്ങളുടെ നേരെ കൈമലർത്തിയാൽ പിന്നെ ഞങ്ങൾ നീതിക്കായിട്ട് എവിടെയാണ് പോകേണ്ടത്? എൻ്റെ അനിയത്തിക്ക് പൈസ കൊടുത്തിട്ടില്ല എന്നുള്ള മുഴുവൻ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പം ഇതൊരു വലിയ സ്കാം ആണ്. അപ്പൊ എന്നോട് ചോദിച്ചു, സ്കാം ആണെങ്കിൽ എന്താ, നിങ്ങൾ എന്തിനാണ് പോയി പെട്ടത്? ഇതൊരു വലിയ സ്കാം ആണെന്നും ഇത് നമ്മുടെ ഏരിയയിൽ നടക്കുന്നതാണെന്നും ശ്രദ്ധിക്കണം. മറ്റുള്ളവർ ഒരാൾ അപകടത്തിൽ പോകരുത് എന്നുള്ള ഒരു നമുക്കുണ്ടാകുന്ന ഒരു സിറ്റിസൺ, ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കുണ്ടായ ഒരു ബോധമാണ് ഞാൻ അവരുടെ അടുത്ത് ഷെയർ ചെയ്തത്, മറ്റൊരാൾ ചതിക്കപ്പെടാതിരിക്കാനായിട്ട്. പോലീസിൽ വെച്ച് തന്നെ ഞങ്ങളുടെ വ്യക്തിഹത്യ അല്ല, ഞങ്ങളുടെ ക്യാരക്ടർ അസാസിനേഷൻ ഒരു പ്രതി നടത്തുകയും അത് കേട്ടോണ്ട് ഒരു കൂട്ടം പോലീസുകാർ അവിടെ നിൽക്കുകയും ചെയ്തു. എൻ്റെ നാട്ടിൽ കൊരങ്ങുമല 6-ാം വാർഡാണ്, കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ്. 6-ാം വാർഡിൽ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ ക്യാരക്ടർ മോശമാണെന്ന് പറയും എന്നാണ് ജാൻസി അവിടെ പ്രൂവ് ചെയ്ത്. അത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ വാർഡിലെ ജനങ്ങളോടും കൂടി പറയാണ്, നമ്മുടെ വാർഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി മൂലം 60 കുട്ടികളോളം പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്നും കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പ്രദേശത്ത് നടക്കുന്ന ഒരാളായിട്ട് മൂലം കുറേ പേരുടെ ജീവൻ നഷ്ടം, കുറേ പേരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങളിൽ, അവരൊരു ജോലി എന്നുള്ള ഒരു അടിസ്ഥാന ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ആ ജോലിക്ക് വേണ്ടിയായിരിക്കും മേ ബി അവർ പോകുന്നത്. അപ്പം അവരുടെ സ്വപ്നങ്ങളെല്ലാം തച്ചുടച്ച ഈ ഒരു പ്രതിക്ക് വേണ്ടി വാദിക്കുന്നവർക്ക്, പ്രതിയെ സംരക്ഷിക്കുന്നതിനെതിരെ എൻ്റെ നല്ലവരായ നാട്ടുകാരോട്, കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിലെ അംഗങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയും കൂടെയാണ്, മുന്നോട്ട് വരണം. മറ്റുള്ളവർക്ക് നീതിക്ക് വേണ്ടി നിങ്ങളും എൻ്റെ ഒപ്പം കൂടി ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ജാൻസി ഞങ്ങളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. ജാൻസിക്ക് ജനമൈത്രിയുമായിട്ടും ആറന്മുള പോലീസായിട്ട് SP-യുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് കാരണമാണ് പല കുട്ടികളും ഇപ്പോഴും ഓപ്പൺ അപ്പ് ആവാത്തതും. ഞങ്ങൾ ചെന്നപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ പ്രതികരണത്തിലൂടെ ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു ഫീൽ ചെയ്തത്.